അല്ല സാർ ഇത് പകുതി അങ്ങ് വിഴുങ്ങിയോ? പിന്നെ ഇത് കാണാൻ കൊണ്ടതാണ്. അകത്തിരുന്ന് കഴിച്ചുകൂടിയ സാറിന് ആരെങ്കിലും കണ്ടാൽ എന്റെ തല അങ്ങ് ചെത്തിക്കളയും. ഒന്ന് പോടോ. ഞാൻ ഇത്തിരി കഴിക്കുമെന്നുള്ളത് സൂപ്പർവൈസർക്കും അറിയാം, സൂപ്രണ്ടിനും അറിയാം. എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ സാർ തന്നെ തൂങ്ങണം. നിങ്ങളാരും ചതിക്കാണ്ടിരുന്നാ മതി. ഇവിടുത്തെ പിള്ളേര് ചതിക്കില്ല. കള്ളന്മാരും പോക്കിരികളും ഒക്കെ ആണെങ്കിലും അവന്മാര് നല്ലവരാ, നന്ദിയുള്ളവരാ. ഞാൻ ഇവിടെ ചീഫ് പെറ്റി ഓഫീസറായിട്ട് വന്നിട്ട് കൊല്ലം 4 ആയി. ഇന്നേ ദിവസം വരെ അവരുടെ മുമ്പിൽ ചൂരലും കൊണ്ട് പോകേണ്ടി വന്നിട്ടില്ല. അല്ലെങ്കിൽ ഈ പത്രോസ് ഡ്യൂട്ടിയിലുള്ളപ്പോൾ എന്തെങ്കിലും ഒരു കശവിശം ഉണ്ടായിട്ടുള്ളതായി നിനക്ക് പറയാം? അല്ല പറയാം. അത് സാർ അവരെ മണിയടിച്ചിട്ടിരിക്കുകയല്ലേ. അതൊന്നും അല്ല, അവരോട് പെരുമാറേണ്ടതുപോലെ പെരുമാറണം. അതൊക്കെ ഇരിക്കട്ടെ. പുള്ളി അടിക്കുന്ന ഡ്യൂട്ടി സമയത്ത് എന്നാ വേണ്ട വേണ്ട. ഏതായാലും ഒരു പേക്ക് ഒഴിക്ക് സാറേ, തണുപ്പൊക്കെ അല്ലേ. എന്നാ പിടി. അകത്തിരുന്ന് നോക്കിയ റൂള് തെറ്റില്ല അല്ലേടോ? എന്താ ഉറങ്ങാത്തെ? ഉറക്കം വരുന്നുണ്ടാവില്ലല്ലേ? സാരില്ല, ശീലാവുമ്പോ ഇതൊന്നും ഒരു വിഷമായി തോന്നില്ല. വന്നപ്പോ എനിക്കും ഇങ്ങനെയായിരുന്നു. വേദനയുണ്ടോ? ഇല്ല. എന്താ പേര്? ഉണ്ണികൃഷ്ണൻ. ഉണ്ണീന്ന് എല്ലാവരും വിളിക്കുക. അച്ഛനും അമ്മയെ ഉണ്ണിക്കുട്ടാന്ന് വിളിക്കും. രമ കുട്ടേട്ടന്നാ വിളിക്കുക. പേര് ചോദിച്ചപ്പോ ഞാൻ വെറുതെ എന്തൊക്കെയാ പറയണേ. ഉണ്ണി എന്നാ പേര്. രമ അനിയത്തിയ? അവൾ ആരാ മോളെന്നറിയോ തനിക്ക്? വലിയ കുറുമ്പാ. എൻ്റെ അടുത്തേ ഉള്ളൂട്ടോ. എൻ്റെ അടുത്ത് എന്തും നടക്കുമെന്നറിയാം. തിരുവാതിരക്ക് പുളിയമ്മാവിന്റെ കൊമ്പില് ഊഞ്ഞാല് കെട്ടിക്കൊടുക്കാന്ന് പറഞ്ഞിരുന്നതാ. ഇന്ന് തിരുവാതിരയാണോ? അറിയില്ല. ചിലപ്പോ ആയിരിക്കാം. നിലാവിന്റെ തെളിച്ചം കണ്ടോ? പാട്ട് വല്ലതും കേൾക്കുമെന്ന് ചെവിടോർത്ത് കിടക്കുകയായിരുന്നു ഞാൻ. ഉണ്ടെങ്കിലും ഈ നരകത്തിനുള്ളിൽ കേൾക്കില്ല ഒന്നും. ചോദിക്കണമെന്ന് കരുതിയ കാര്യം മറന്നു. എല്ലാരും പറയണത് താൻ അച്ഛനെ വെട്ടിയെന്ന്. നേരാണോ അത്? അതെ. ഇല്ല, താൻ നുണ പറയുക. പോലീസുകാരെല്ലാവരും തന്നെ കൊണ്ട് പറയിപ്പിച്ചതാ, എനിക്കറിയാം. വാര്യത്തെ കുട്ടിയുടെ പൊന്നരഞ്ഞാണം ഞാൻ കട്ടതല്ല, കൊളുത്തൂരി വീണ് കിട്ടിയതാ. ഞാനത് ഒളിച്ചു വെച്ചു എന്നുള്ള സത്യം. അവസാനം കട്ടുമെന്ന് പേര് അങ്ങനെ പറയിപ്പിച്ചു. അമ്പലത്തിൽ നിന്ന് ഉരുളി കട്ടതും മേശ കുത്തി തുറന്ന് ഉത്സവ പിരിവിന്റെ പണം കട്ടതും എല്ലാം എന്റെ തലയില്. പറയേണ്ടി വന്നു. അതുപോലെ അല്ല, ഞാൻ വെട്ടിയതാണ്. കൊല്ലണമെന്ന് കരുതി തന്നെ. ചത്തില്ല അയാള്. എവിടെ പോയി കിടക്കുക? നീ ഉറങ്ങിയില്ലായിരുന്നോടാ? നിന്റെ അമ്മ അകത്ത് എന്തോ കൊടുക്കുക? അമ്മയെ മരുന്നോടത്ത് ഉറക്കിയിരിക്കുക. എന്താ വേണ്ടത്? എന്താ വേണ്ടെന്നോ? തന്റെ വീട്ടിൽ വന്ന് കേറുമ്പം എന്താ വേണ്ടെന്നോ? തന്റെ എല്ലാം ആരായാലും കള്ളുടിച്ച് വല്ലപ്പോഴും വന്ന് ചോദിക്കും. എന്തോ പോടാകത്ത്. ആ പെണ്ണകത്ത് എന്തോ കൊടുക്കാടാ? അവളോട് പറ 5 ചോറ് വിളമ്പാൻ. ഇവിടെ ഇപ്പൊ ചോറൊന്നും ഉണ്ടാവില്ല. പാതിരാത്രിക്കല്ലേ ചോറ്. പിന്നെ നിന്റെ അമ്മയുടെ
എടേ നീ ദിവസം ചെല്ലുന്നവരും അങ്ങ് വളർന്നു വരുവാണല്ലോടി. ആ നിനക്ക് ഞാൻ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അത് നേരം വെളുത്തിട്ട് തരൂ. എടത്തി തെക്കേ മുറിയിൽ പായ വിരിച്ചു കൊടുക്ക്. അവിടെ എങ്ങനെ കിടക്കട്ടെ, നാശം. എന്താ ടെലഗ്രാം? മദർ സീരിയസ്. ആരുടെയാ? ജോസ് എന്നൊരു പയ്യനല്ലേ ആ കള്ളനോട്ട് കേസിലെ? ഓ, അവനെ അറിയിക്കണ്ടേ? അറിയിച്ചാലും എന്താ കാര്യം? പറഞ്ഞു വിടാൻ റൂൾസ് അനുവദിക്കുന്നില്ല. ഇവനൊക്കെ ഓരോ കാരണം പറഞ്ഞ് പോയിട്ട് തിരിച്ചു വന്നില്ലെങ്കിൽ നമ്മുടെ പിള്ളേരുടെ ചോറ് പോകും. ഓ ഇതാ ജോസിന് കൊടുത്തേക്ക്. ജോസേ, നീ കരയല്ലേ? കഴിഞ്ഞ മാസം എന്നെ കാണാൻ വരുമ്പോ ഒരു അസുഖം ഉണ്ടായിരുന്നില്ല. സാരല്ല, എല്ലാം മാറും. അസുഖം കൂടുതലാണെന്നല്ല എഴുതിയിട്ടുള്ളൂ. ചത്തു എന്ന് പറഞ്ഞ് കമ്പി അടിക്കാൻ പറ്റൂ? ചത്ത് കാണും. അതിന് ഇത്ര മോങ്ങാനം തിരിക്കുന്നു. ചായടല്ല. ഇങ്ങനെയുണ്ടൊരു മുഷ്ക്. നീ അതൊന്നും ശ്രദ്ധിക്കണ്ട. എനിക്ക് എന്റെ അമ്മച്ചിയെ അവസാനമായിട്ടൊന്ന് കാണാൻ പറ്റുമോ? രാത്രി പോയി രാത്രി തിരിച്ചു വരാൻ പറ്റുമോ? ഒത്തു. ഈശോയുടെ മധുരമുള്ള തിരുഹൃദയമേ, എന്റെ അമ്മച്ചിയുടെ ആത്മാവേ. എന്റെ അമ്മച്ചി മരിച്ചു ബാബു. ആര് പറഞ്ഞു? ഞാൻ സ്വപ്നത്തിൽ കണ്ടു. സ്വപ്നമല്ല, ഞാൻ ശരിക്കും കണ്ടു. എങ്ങോട്ടാ പോകുന്നേ? പറയമ്മേ. നരകത്തിലേക്ക്. എന്തിനാ കരയണേ? ആസത്തെ മനുഷ്യന് ജീവിക്കാനും മരിക്കാനും വിടില്ല. നാശം. കക്ഷത്തിയിരിക്കുന്ന കളയാനും പാടില്ല, ഉത്തരത്തിയിരിക്കുന്ന എടുക്കുകയും വേണമെന്ന് വിചാരിച്ചാ നടക്കത്തില്ല. പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിൽ മതി.
കണ്ടവരുടെ കൊച്ചിനെ ചുമക്കാനൊന്നും എനിക്ക് പറ്റില്ല. തല്ലി പൊളിക്കാണോടാ? ഇത് പൊളിച്ചാളന പരിപാടിയല്ലേ? ആഹാ, എല്ലാവരും ഉണ്ടല്ലോ. അടിച്ചെല്ലാത്തിനും നട്ടലും ഒടിച്ചാളെ. പോയിക്കളന്ന് ഉറങ്ങിയടാ. മനസ്സില്ല മനസ്സില്ല അഴുകണ മോനെ. കള്ള പട്ടികളെ, ഇന്ന് രാത്രി നിന്റെയൊക്കെ അവസാനമാണ്. കിടന്നോ എല്ലാരും? ഇനിയും വരുമോ? വരട്ടെ. എന്തുണ്ടായാലും ആരും എഴുന്നേൽക്കണ്ട. ഉറങ്ങുപോലെ കിടന്നാ മതി. ചാവാൻ പേടിയുണ്ടോ? ഇതിനുള്ളിൽ കയറി നമ്മളെന്തെങ്കിലും ചെയ്താൽ വിടരുത്. തുറക്ക്, വേഗം തുറക്ക്. മതി മതി മതിയായിട്ടോ. വാ. കിടക്കട അവിടെ. തല്ലുകൊണ്ടത് ഞങ്ങളാണ്. ഞങ്ങൾ 3 പേരും അവർ 50 പേരുമാണ് സർ. അവർ 50 പേരും കൂടിയിരുന്നെങ്കിൽ നിങ്ങൾ തവിടുപൊടിയുണ്ടാവുമല്ലോ. ജീവനും കൊണ്ട് ഞങ്ങൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു സാർ. ആരൊക്കെയായിരുന്നു പ്രധാനികൾ? ബാബുവും അവന്റെ കൂടെ 5-6 തെമ്മാടികളില്ലേ, അവരും. അവരെ നിങ്ങളെ ആക്രമിക്കാനുള്ള പ്രകോപനം എന്തായിരുന്നു? ക്രിമിനൽസ് ആണ് സാർ. അവർക്കെന്തിനാ പ്രകോപനം? തരം കിട്ടിയ കൊല്ലാനും മടിക്കില്ല. ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. മണി 9 ലാക്കപ്പ് ഇതുവരെയും തുറന്നിട്ടില്ല സർ. കിടക്കട്ടെ അവിടെ റാസ്കൽസ്. പ്രഭാത കൃത്യങ്ങളെല്ലാം ലാക്കപ്പ് മുറിക്കുള്ളിൽ തന്നെ നിർവഹിച്ചിട്ടുണ്ടാവും. വൃത്തികേടായിട്ടുണ്ടാവും. തുറന്നുവിട്ട് സുഖമാണ് അവരെ. സ്റ്റാഫിനെ തല്ലിയതിന് നമ്മൾ എന്ത് നടപടി എടുക്കണം? സൂപ്രണ്ട് ആദ്യം അത് പറയണം. തന്റെ ഇഷ്ടം പോലെ ചെയ്യും. ഞാൻ സൂപ്രണ്ട് കസേരയിൽ ഇരിക്കുന്നല്ലേ ഉള്ളൂ. തീരുമാനങ്ങളൊക്കെ തന്റെ തന്നെയല്ലേ. ആ പത്രോസേ, താക്കോലെടുക്ക്. ആ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഒക്കെ മൂത്രമൊഴിച്ച് വെച്ചിരിക്കുക. രണ്ടും കഴിഞ്ഞിട്ടുണ്ടാവോ ആവോ. തുറക്ക്.
ഇനി ആർക്കാടാ ഞങ്ങളെ തല്ലേണ്ടത്? ഞങ്ങളെ അടിക്കണോ നിനക്ക്? ഇവനെ ഒറ്റയ്ക്കൊരു സെല്ലിലിറക്കി പകലും തുറന്നുവിടണ്ട. ആഹാരം ഒരു നേരം, ചത്തുപോകാതിരിക്കാൻ മാത്രം. പട്ടിണി കേൾക്കട്ടെ, അപ്പോഴേ പഠിക്കൂ. കൊണ്ടുപോ. നിങ്ങൾ 4 പേരും മാറി നിൽക്ക്. നീ മാറി നിൽക്ക്. ഇവരെ 5 പേരെ ഒരു സെല്ലിട്ടാ മതി. പകല് തുറന്നു വിട്ടു, രാത്രി മാത്രം മതി ലോകം. ഇന്നലെ ഞങ്ങളാണ് മർദ്ദിക്കപ്പെട്ടത്. ലോക്കപ്പുറന്ന് പെറ്റി ഓഫീസർ ഞങ്ങളെ തല്ലുകയായിരുന്നു. നോ, സംസാരിക്കണ്ട. ഒന്നും എനിക്ക് കേൾക്കാൻ വേണ്ട. ഞങ്ങൾ തടവുകാരാണ്, പക്ഷെ അടിമകളല്ല. ഞങ്ങൾക്ക് സംസാരിക്കാം. കൊണ്ടുപോകല്ലേ. എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കണം. അനിയന്മാരെ, നാരായൺ സാറ് നിങ്ങളോട് എന്നും സ്നേഹത്തോടെയല്ലേ പെരുമാറിയിട്ടുള്ളൂ, അല്ലേ? ശരിയായോ? പിന്നെ നന്നായിട്ടുണ്ട്. നീ നല്ല പഠിക്കാറുണ്ടാവും, തീർച്ച. ഓ, അച്ഛൻ്റെ കൂടെ മരപ്പണിക്ക് പോയാൽ മതിയായിരുന്നു. സർക്കാർ ഉദ്യോഗം മോഹിച്ചു വന്നത്.